ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയും കൂടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് സ്റ്റിച്ചിങ് ചാർജ് എങ്ങനെ വാങ്ങിക്കുക. എല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ട് ആ ഫോട്ടോസ് നമുക്ക് വാട്സപ്പിൽ ഇട്ട് തന്നിട്ടാണ് ചോദിക്കുന്നത് ഇത് എത്ര. അപ്പോൾ നമ്മളത് പറഞ്ഞ് ചിലപ്പോൾ കുറേ ആൾക്കാർ അവർ വിചാരിക്കുന്നത് അവരൊരാളെ ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരുപാട് ആളുകൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ കൺഫ്യൂഷൻ തീരാൻ വേണ്ടി കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല, അതിനും വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ കോട്ടൺ ഫ്രോക്ക് ചെയ്യുന്നത് 250 രൂപയാണ് കേട്ടോ. സാധാ കോട്ടൺ ആയിട്ട് ചെയ്യുന്നത് ഒരു ലൈനിങ് മാത്രം കൊടുത്തിട്ട്, അപ്പോൾ ഇതുപോലെ ബാക്കിൽ ഹോൾ ഹാർട്ട് ഷേപ്പ്, അതുപോലെ ബാക്കിൽ ബട്ടർഫ്ലൈ, അതുപോലെ 2 ലൈനിങ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഫ്രോക്കാണെങ്കിൽ നമ്മൾ 300 രൂപ 350 രൂപ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുക. നമ്മൾ ആദ്യം എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് 50 രൂപ 100 രൂപ ഒക്കെ കൂട്ടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ വാങ്ങാം. എന്നാലും ഒരു സിമ്പിൾ റേറ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർക്കും ഉപകാരമാവും, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും ഉപകാരമാവും, കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ വീഡിയോ. അപ്പോൾ കൊടുക്കുന്നവർക്ക് വലിയ റേറ്റ് ആണെന്ന് തോന്നണ്ട. അപ്പോൾ അത് അത്യാവശ്യം എല്ലായിടത്തും ഈ റേറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യാമല്ലോ, അതിനു വേണ്ടി കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാ ഒരു ഫാൻസി ഫ്രോക്കാണ്. അത് നമ്മൾ നെറ്റിലാണ് ചെയ്തിട്ടുള്ളതെങ്കിലും നോർമലായിട്ട് ചെയ്തൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു 500 രൂപയ്ക്കാണ് വാങ്ങിക്കുക. നേരെ മറിച്ച് ഈ ഒരു ഹൈനെക്കില്ല, അതുപോലെ സ്ലീവിൽ ഈ വർക്കൊന്നും ഇല്ലാത്തൊരു ഫ്രോക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 450 രൂപ നോർമൽ ചാർജ് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതിന് നമുക്ക് 500 രൂപ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാം. നെക്കൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ ബാക്കിൽ ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ ലെങ്ത്തൊക്കെ കൂട്ടി ചെയ്യുകയാണ്, സൈസിനനുസരിച്ച് വ്യത്യാസമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ 50 രൂപ ഒക്കെ കൂട്ടി വാങ്ങിക്കാം കേട്ടോ. അതുപോലെ സ്ലീവ് കൂടുതൽ കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ 50 രൂപ എക്സ്ട്രാ വാങ്ങിക്കാം. അതുപോലെ കുറച്ചും കൂടി ഫ്ലയറും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കൂട്ടി വാങ്ങിക്കാം. അതൊക്കെ നമ്മുടെ എഫേർട്ടിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം. അതുപോലെ പിന്നെ വരുന്നത് മിനി ഫ്രോക്കാണ്. ഈ ഒരു മിനി ഫ്രോക്ക് ചെയ്യാൻ നമ്മൾ 400 രൂപയാണ് വാങ്ങിക്കുന്നത്. ഷൂ സെറ്റാണെന്നുണ്ടെങ്കിൽ 500 550 രൂപ അങ്ങനെയൊക്കെ വാങ്ങിക്കാം. ഞാൻ വാങ്ങിക്കുന്നത് 600 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിക്കുന്നത് സ്റ്റിച്ചിങ് ചാർജ്. ഷൂ സെറ്റ് ആകുമ്പോൾ ഹെഡ് ബാൻഡ് വിത്ത് ഒക്കെ കൂടെ വരുമ്പോൾ. അതല്ലാതെ 400 രൂപ ഒരു ഹെഡ് ബാൻഡ് വിത്ത് ഫ്രോക്ക്, ഈ ഒരു മോഡലൊക്കെ 400 രൂപ മതി. സീക്വൻസിൻ്റെ ബോയും അതുപോലെ ബാക്കിലെ ബോയും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് 600 650 രൂപ അങ്ങനെയൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഷൂ സെറ്റ് ആകുമ്പോൾ ഷൂ ഇല്ലാത്ത റേറ്റ് കുറച്ച് 100 രൂപ കുറച്ചിട്ട് വാങ്ങിച്ചാൽ മതി എന്നുള്ളൂ. പിന്നെ ഹെഡ് ബാൻഡ് അതിൽ നമ്മൾ കൂട്ടുന്നത് കൊണ്ട് തന്നെ ഹെഡ് ബാൻഡിന് ഞാൻ എക്സ്ട്രാ ചാർജ് ഇടാറില്ല, അതും കൂടെ കൂട്ടിയിട്ടുള്ള റേറ്റാണ് ഇടുന്നത്. പിന്നെ ഈ ഒരു ടൈപ്പ് ഫ്രോക്കൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നത് 650 to 700 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ ഓരോ പീസും നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ഫ്രില്ലിട്ട് എടുക്കണ്ടേ, ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഹൈനെക്കാണ്, അതുപോലെ ബാക്കിൽ ബോയുണ്ട്, ഫ്രണ്ടിൽ നമ്മൾ ആ മുടഞ്ഞ് വെച്ചിരിക്കണ ആ ഒരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 700 രൂപ മസ്റ്റായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഫ്രില്ല് കൊടുത്തിരിക്കണ ഈ ഒരു പോർഷന് നമ്മളൊന്ന് വീതി കുറച്ചിട്ട് കുറേ പീസാക്കി കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ 800 രൂപക്ക് മുകളിലൊക്കെ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാം. അപ്പോൾ ഏജിൽ എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ 1 ഇയർ നമുക്ക് 800 ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ഫ്രോക്ക് ആകുമ്പം 50 രൂപ വെച്ചിട്ട് നമുക്ക് കൂട്ടി വാങ്ങിക്കാം, ലെങ്ത്ത് കൂടുന്നതിനൊക്കെ അനുസരിച്ച്. അതിച്ചിട്ട് ഒരു 3 ഏജ് വരെ, ഒരു ഏജ് ടു 3 ഏജ് വരെ നമുക്ക് ഒരേ ചാർജ് വാങ്ങിക്കാം. അതിന് മുകളിലേക്കാവുമ്പോൾ നമുക്ക് കുറേശ്ശെ കൂട്ടി വാങ്ങിക്കാം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. പിന്നെ ആർക്കും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വേണ്ട. ഇപ്പോൾ ഇതിൽ പല കുറഞ്ഞ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഫ്രോക്കുകൾ തമ്മിൽ. ഈ ഒരു സ്ലീവ് ലെങ്ത്ത് വരുന്നതിനൊക്കെ കുറച്ചൊക്കെ റേറ്റ് നമുക്ക് കൂട്ടി വാങ്ങിക്കുക, ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചൊക്കെ കേട്ടോ. അതിനാണ് ഞാൻ അത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ യോക്ക് പോർഷന്
ഒരു ലൈനിങ് വെച്ചിട്ട് സിൽക്കിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 രൂപ ഒക്കെ കുറച്ച് വാങ്ങിക്കാം. ഈ വർക്ക് പീസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 50 രൂപ കൂടെ കൂട്ടി വാങ്ങിക്കാം. ഇത് രണ്ടിനും രണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ നമുക്ക് പണിയൊക്കെ കൂടുതലുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ വരുന്നത് ഈ ഒരു ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്കിന് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് 650 രൂപ 700 രൂപ അങ്ങനെയാണ് വാങ്ങിക്കുക. അടിയിൽ ഫ്ലയർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടി വാങ്ങിക്കാം. അപ്പോൾ ഓരോ ഫ്രോക്കും നമ്മൾ മെറ്റീരിയൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ റേറ്റ് കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള എഫേർട്ട് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഫ്രില്ലും ബാക്കിലൊക്കെ ഫ്രില്ലൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനൊരു 650 700ൻ്റെ ഉള്ളിൽ ചാർജ് പറയുന്നത് കേട്ടോ. അടിയിൽ നല്ല തിക്കിൽ നമ്മൾ ഫ്രില്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ ആ ഒരു ഫ്രില്ല് വെക്കാത്ത പ്ലെയിൻ ഫ്രോക്കാണ് മുകളിൽ ഈ ഫ്രില്ല് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 550 വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഓരോ ഏജിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5 വയസ്സിന് മുകളിലുള്ള ഫ്രോക്കിനൊക്കെ അത്യാവശ്യം 700 ഒക്കെ, നോർമൽ ഫ്രോക്ക് അല്ലാത്ത ഫ്രോക്കുകളൊക്കെ കുറച്ചും കൂടെ 700 ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് 100 രൂപ ഒക്കെ എക്സ്ട്രാ കൂട്ടി വാങ്ങിക്കാം കേട്ടോ. ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് എല്ലാ ഷോപ്പിലും സ്റ്റിച്ചിങ് ചാർജും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞ് ഫ്രോക്കിൻ്റെ റേറ്റ് ആവില്ല, കുറച്ച് വലിയ ഫ്രോക്കിന് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് നെക്കൊക്കെ വരുമ്പോൾ തന്നെ കുറച്ചുകൂടി നമുക്കതിൽ ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂട്ടി വാങ്ങിക്കാം. അപ്പോൾ അതിപ്പോൾ ഒരു 50 രൂപയൊക്കെ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാം കേട്ടോ. ട്രാൻസ്പെറൻറ്റ് നെക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, മറ്റേ സാധാരണ നെക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപ കുറച്ച് വാങ്ങിക്കാം. അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ചാർജ് മൊത്തത്തിൽ നമുക്ക് 700 രൂപ വരെ വാങ്ങിക്കാം. നല്ല ഫിനിഷിങ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 700 രൂപ വരെ വാങ്ങിക്കാം. അതല്ല നിങ്ങൾക്ക് അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 650 രൂപ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ. അതിലും കുറഞ്ഞ് വാങ്ങിക്കണം, നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ഏജ് അനുസരിച്ചും സൈസിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. പിന്നെ ഈ ടൈപ്പ് ഫ്രോക്ക് തന്നെ ചിലവർ പറയും നല്ല ഫ്ലെയർ വേണം അങ്ങനെയൊക്കെ പറയണവരാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് ചാർജ് കൂടുതൽ വാങ്ങിക്കാം കേട്ടോ. നമ്മളെ എഫേർട്ടിനനുസരിച്ചുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ഫ്രോക്കൊക്കെ ചെയ്യുമ്പം അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കറക്റ്റായിട്ട് വാങ്ങിക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽസും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ ഇതാ ഈ ഒരു ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 1000 രൂപയാണ് വാങ്ങിക്കുന്നത്. അതിന് ഉള്ള എഫേർട്ട് ടൈം ഉണ്ട്. അതാ യോക്ക് പാർട്ടിൽ നല്ലോണം തിക്കിലാണ് നമ്മൾ യോക്ക് ചെയ്തിട്ട്, അതുപോലെ സ്കേർട്ട് പോർഷന് ഏകദേശം 10 മീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ നമുക്ക് മെറ്റീരിയൽ വന്നിട്ട് 2 ഇയറിനാണെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടിയെങ്കിൽ മാത്രം നമുക്കിത് നഷ്ടമില്ലാതെ ഇരിക്കും, നമുക്കൊരു പ്രോഫിറ്റും കൂടി ആവുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്രോക്കൊക്കെ നമ്മൾ സാധാരണ നോർമൽ ഫ്രോക്ക് 3 എണ്ണം ചെയ്യണ അത്രയും പണിയുണ്ട് ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് ഒരു ദിവസം ചെയ്യാനെങ്കിൽ. ഞാനൊക്കെ 3 ഫ്രോക്ക് സാധാ ഫ്രോക്ക് ചെയ്യും എനിക്ക് സ്റ്റിച്ചിങ് സ്പീഡപ്പ് ചെയ്താൽ. നേരെ മറിച്ച് ഈ ഒരു ഫ്രോക്കാണെങ്കിൽ ഒരു ഫ്രോക്ക് തന്നെ ശരിക്കും പണി ഫുള്ളായിട്ട് കിട്ടുള്ളൂ നമുക്ക്. കണ്ടില്ലേ ഇതിൻ്റെ സ്റ്റെപ്പിലൊക്കെ കിടക്കണ, ഇതിൻ്റെ അത്രയും ഫ്ലെയർ നമ്മൾ കൊടുത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കണുണ്ടല്ലേ. അപ്പോൾ അത് കൂടി നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ഈടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ലെയർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് കൂട്ടി വാങ്ങിക്കാം. ഇത് 5 ലെയറിലല്ലേ വരുന്നത്. അപ്പോൾ ഒരു 6 ലെയർ ആണെങ്കിൽ നമുക്കൊരു 100 രൂപ കൂടെ കൂടുതൽ വാങ്ങിക്കാം. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ എക്സ്ട്രാ വരുന്നതുകൊണ്ട് തന്നെ വാങ്ങിക്കുക. അതുപോലെ നമ്മൾ ലേസൊക്കെ കൊടുക്കുക, അതുപോലെ ബീഡ്സ് വർക്ക് സിമ്പിൾ ഫ്ലവറൊക്കെ കൊടുക്കുകയാണെങ്കിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഇത് നേരെ മറിച്ച് ഇത് ഈ ഒരൊറ്റ കളറിലല്ല കട്ട് ചെയ്യണം, നമ്മൾ മൾട്ടി കളറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെയൊക്കെ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാം. അപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് ഈ ഒരു ലെയർ ഫ്രോക്കിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. എന്താ വെച്ചാൽ പിന്നെ ഈ ഒരു ഫ്രോക്ക് തന്നെ ഇത്ര ഫ്ലെയർ വേണ്ട എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പീസിലൊക്കെ ചെയ്താൽ മതി. ഒരു 4-6 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 700 രൂപ 800 രൂപേൻ്റെ ഉള്ളിലായിട്ട് ഒതുക്കാം കേട്ടോ. സൈസിനനുസരിച്ച് മെറ്റീരിയൽ എങ്ങനെ കണക്കാക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നായിട്ട് ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് ഒരുപാട് ടൈമാവും. അപ്പോൾ ഓരോ ഫ്രോക്കിൻ്റെ മോഡൽസും അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജും കൂടെ പരിചയപ്പെടുത്താനുള്ള ടൈം
ടൈമിനനുസരിച്ചുള്ളൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്കിൽ ഈ ബട്ടർഫ്ലൈ ഒക്കെ വരുന്ന ഒക്കെ കുറച്ച് എന്താ പറയുക ഒഴിവാക്കുകയാണ് വേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 50 രൂപയൊക്കെ കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ വരുന്നത് സ്കേർട്ടാണ് ടോപ്പാണ്. സ്കേർട്ടാണ് ടോപ്പ് നോർമൽ ചാർജ് വരുന്നത് 450 രൂപ 500 രൂപ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫ്ലെയറൊക്കെ മറ്റേ സ്റ്റെപ്പൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 550 രൂപ. അതുപോലെ ടോപ്പിന് സ്ലീവൊക്കെ കൊടുക്കുകയാണെങ്കിൽ 600 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വാങ്ങിക്കാം കേട്ടോ. മൾട്ടി കളർ ആണെന്നുണ്ടെങ്കിൽ 700 രൂപ. അതുപോലെ ലെയർ ആണെന്നുണ്ടെങ്കിൽ 800 900 ആ ഒരു റേഞ്ചിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കാം. ഒരുപാട് പേര് നമ്മളോട് വാട്സപ്പിലായിട്ടും ഇൻസ്റ്റഗ്രാമിലായിട്ടൊക്കെ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ നമുക്ക് പാർട്ടി തരികയാണെങ്കിൽ നമ്മൾ എടുത്ത ഷോപ്പുകളിൽ ഉണ്ടാവുമല്ലോ, നമുക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോടും കൂടെ ഒന്ന് പോയി ചോദിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ ഷോപ്പിലെ റേറ്റിനേക്കാളും നമ്മൾ കുറച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചിട്ട് കൊടുക്കണം. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഈ ഒരു താഴെ ലെയർ വരുന്ന ഒരു ഫ്രോക്കും കൂടെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതിൽ താഴെ നമ്മൾ ഈ ഒരു ഫ്രില്ല് മെറ്റീരിയലിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ എങ്ങനെയാണോ കൊടുക്കണം. അപ്പോൾ ഇതൊരു മിനിമം ചാർജ് വരുന്നത് ഒരു 800 900 1000 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ 2 ലെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ തന്നെ വാങ്ങിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.